ഇന്ത്യസിലേക്ക് സ്വാഗതം. മാർക്കോ അങ്ങനെ ആ ഒരു സുവർണ നിമിഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മാർക്കോയുടെ ഒഫീഷ്യൽ കളക്ഷൻ വന്നിരിക്കുന്നു. ഒഫീഷ്യൽ 100 കോടി ക്ലബിൽ കയറിയതായിട്ട് 100+ CRലേക്ക് സിനിമ കയറിയതായിട്ടുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതെ, സോഷ്യൽ മീഡിയ ഇന്ന് ഹാങ് ആവും. കാരണം നമ്മളേവരും കാത്തിരുന്നത് ഈ ഒരു സിനിമയുടെ 100 കോടി. ഈ ഒരു സിനിമ 100 കോടി അടിച്ചില്ലെങ്കിൽ ഇതിനു മുമ്പുള്ള സിനിമകളൊന്നും തന്നെ 100 കോടി നമ്മൾ വിശ്വസിക്കാൻ പോലും പ്രയാസം എന്ന് തന്നെ പറയാം. ഒരുപാട് ന്യായീകരണങ്ങൾ ഉണ്ടാവാം. ഇത് 18-ന് മുകളിലുള്ളവർ ഫാമിലി കയറുന്നില്ല എന്നുള്ളത്. പക്ഷേ ഇത്ര കൊടുമ്പിരി കൊണ്ട് ഇത്ര ഗംഭീരമായിട്ട് ഔട്ട്സൈഡിൽ നിന്ന് സപ്പോർട്ട് കിട്ടിയ സിനിമ നമുക്ക് കാണാനില്ല. അതെല്ലാം അവിടെ നിന്നോട്ടെ. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം. ഇത് 100 അടിക്കുമ്പോൾ നമുക്കും 50,000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളൊരു മോഹം ഉണ്ടായിരുന്നു. ഇനിയും 400-ന് മുകളിലുള്ള സബ്സ്ക്രൈബേഴ്സ് കൂടി വേണം. എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ ആ ഒരു സുവർണ്ണ നിമിഷത്തിലേക്ക് എത്തണം എന്നൊരാഗ്രഹം നിങ്ങൾ സഹകരിച്ചാൽ അത് നടക്കും. എന്തായാലും അതിനുമൊക്കെ മുകളിൽ സന്തോഷം എന്ന് പറയുന്നത് മാർക്കോയുടെ 100 കോടി തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളുടെ കണക്കുകൾ കറക്റ്റായിരുന്നു എന്നുള്ളത് ഏറെക്കുറെ തെളിയുന്ന ഒരു കാര്യം തന്നെയാണ്. ട്രാക്കേഴ്സ് നിരന്തരമായി 80 കോടികളിൽ കിടന്ന് വട്ടം കറങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞു 90 കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം തന്നെ സിനിമ 92 കോടി കഴിഞ്ഞതാണ്. അതായത് ഈ 2 ദിവസം കൊണ്ട് സിനിമ 100 എത്തേണ്ടതാണ്. അപ്പോഴും ആ ഒരു സംശയം നമ്മളുടെ കയ്യിൽ നിന്ന് വരണ്ടായല്ലോ എന്ന് വെച്ച് തന്നെയാണ് നമ്മൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡാറ്റ പറയാഞ്ഞത്. എന്തായാലും ആ 100 കോടി ക്ലബിലേക്ക് കയറുന്നത് അത് മലയാളത്തിൻ്റെ അഭിമാനമാണ്. ഒപ്പം വലിയ രീതിയിൽ ഒരു താങ്ക്സ് പറയുന്നു. വേറെ ഒന്നുമല്ല, ഹിന്ദിയിലും തെലുങ്കിലും തമിഴിലുമുള്ള ആളുകൾക്ക് വേണ്ടി അത് മാർക്കോ ടീം തന്നെ പറയുന്നുണ്ട്. താങ്ക്സ് ബ്രദേഴ്സ് ഇൻ ഐ ആം താങ്കിങ് ആൻഡ് ഹഗ്ഗിങ് ഓൾ നോർത്ത് ഇന്ത്യൻ ആൻഡ് തെലുങ്ക് ബ്രദേഴ്സ് ഫോർ സപ്പോർട്ടിങ് ദ മാർക്കോ മൂവി ടു അച്ചീവ് 100 crore കളക്ഷൻ. അതെ, ഇവിടെ ഫാമിലിയോ ഓഡിയൻസിനെ നമുക്കറിയാം, ഫാമിലിയോ അല്ലെങ്കിൽ കൊച്ചുകുട്ടികളോ ഒന്നുമില്ലാതെയാണ് ഈ സിനിമ 100 കോടി അടിച്ചിരിക്കുന്നത്. ഉണ്ണിമുകുന്ദൻ ടയർ 1 ടയർ 2 നിൽക്കുന്ന ഒരു നടൻ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകളെ എല്ലാവർക്കും അറിഞ്ഞു എന്നുമില്ല പുറത്തേക്കുള്ള. പക്ഷേ ഒരു കാര്യം, ഹാർഡ് വർക്കിംഗ് ആണ്. അത്ര ഗംഭീരമായിട്ടുള്ള ഒരു ആക്ടറാണ്. നമ്മളേവരെയും ഇഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ആക്ടറാണ് എന്നുള്ളത് പല സിനിമകളായി അദ്ദേഹം തെളിയിച്ചു വന്നിരിക്കുന്നു. ഇന്ന് മലയാള സിനിമയിൽ 100 കോടി അടിക്കുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയാണ്. അതെ, ഒരു അംഗീകൃത 100 കോടി, അർഹിക്കുന്ന 100 കോടി, അതിഗംഭീരമായ 100 കോടി ഉണ്ണി മുകുന്ദൻ അടിക്കുമ്പോൾ അത് സന്തോഷം തന്നെയാണ്. അതെ, എത്തിയിരിക്കുകയാണ് ആ സുവർണ്ണ നിമിഷം. ഇനി അതിൻ്റെ സ്പ്ലിറ്റപ്പും കാര്യങ്ങളിലുമൊക്കെ വരാം. നമ്മളുടെ കാൽക്കുലേഷൻ അനുസരിച്ചിട്ട് സിനിമ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്ന ആ ഒരു കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് 31 കോടിക്ക് മുകളിൽ എന്നുള്ളതാണ്. അതായത് സിനിമ ഏറെക്കുറെ 42-45 കോടി, ഇപ്പോൾ ലഭ്യമായ കണക്കുകൾ പറയുകയാണെങ്കിൽ 32 കോടിയാണ് എക്സാക്ട് ഫിഗറായിട്ട് വന്നിരിക്കുന്നത്. അതായത് 42-45 കോടിയാണ് ബാക്കിയുള്ള സിനിമകൾ വെച്ച് നോക്കുമ്പോൾ. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 18 കോടി എന്നുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ വന്നിരുന്നു. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള കളക്ഷൻ 29 കോടി എന്ന ട്രാക്കേഴ്സ് പറഞ്ഞെങ്കിൽ അതിൻ്റെയൊക്കെ മുകളിലാണ് എന്നുള്ള തെളിയുന്നു. അതേ, സിനിമ 100 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ ഒരു കലക്കൻ 100 കോടി അടിച്ച് ഉണ്ണി മുകുന്ദൻ കുതിക്കുകയാണ്. സന്തോഷം കൊണ്ട് ഞങ്ങൾക്ക് തുള്ളിച്ചാടാൻ തന്നെ തോന്നുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കൂടെ തുള്ളിച്ചാടാം. കാരണം ഇതൊരു മലയാള സിനിമയുടെ വലിയ വിജയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കാത്തിരിക്കാം. ഒപ്പം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, 50,000 സബ്സ്ക്രൈബേഴ്സ് ഇനി 400ഓളം ആളുകൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എത്തുകയുള്ളൂ. അത് ഇന്ന് തന്നെ എത്തുകയാണെങ്കിൽ നിങ്ങൾ പലരും പറഞ്ഞ പോലെ ഇത് 100 കോടി അടിക്കുമ്പോൾ നമ്മളും 50,000 സബ്സ്ക്രൈബേഴ്സ് എത്തുമെന്നുള്ളത്, അത് ആ ഒരു മോഹം നിൽക്കുന്നു. നിങ്ങൾക്കും എൻ്റെയും ഒക്കെ ഉള്ള ആ ഒരു സന്തോഷ മുഹൂർത്തത്തിലേക്ക് നമ്മളുടെ ചാനലും എത്തിക്കുക. ഗ്രേപ്പീഡിയാസ്.